ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ് ശ്രീകല. ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തൊരു വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ പുറവശത്ത് ഇത് കോണുണ്ടല്ലോ, കോൺ ഇട്ടിട്ടുണ്ടായിരുന്നു പാടത്ത്. അപ്പോൾ അതിൻ്റെ കൊയ്ത്ത് നടക്കുക. പണ്ടൊക്കെ പാടത്ത് കൊയ്ത്താണെങ്കിൽ ആളുകളെ വെച്ചായിരുന്നു കൊയ്ത്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം മെഷീൻസായിപ്പോയി. കൊയ്യുന്ന മെഷീൻ, തരംതിരിക്കുന്ന മെഷീൻ എന്ന് വേണ്ട മെഷീനുകളേ ഉള്ളൂ. ശരി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ, കമൻറ്റ്, ലൈക്ക്. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞേക്കണം കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് 1-2 വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സാരമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് സ്ലോ മോഷനിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, എടുത്തിട്ടേക്കുക. ഓക്കെ. മെഷീനകത്തോട്ട് ഫസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ചെടി മൊത്തം അറുത്ത് ആ മെഷീനകത്തോട്ട് വന്നിട്ട് അതിൻ്റെ ചോളം മാത്രം ഉണ്ട് അതിൻ്റെ അതിനകത്തോട്ട് വീഴുന്നുണ്ടോ. ചോളം മാത്രം വീണിട്ട് ഈ വേസ്റ്റ് ഉണ്ടല്ലേ, അതിൻ്റെ ചെടി, ഉണങ്ങിയ ചെടിയെല്ലാം കട്ടായി അതിൻ്റെ അടിയിൽ കൂടെ അതൊരു പൈപ്പുണ്ട്. ആ പൈപ്പ് വഴി ഇതിങ്ങനെ വെളിയിൽ വന്നോളും. ഇത് സംഭവം കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. എനിക്ക് ഫസ്റ്റ് ആദ്യം കത്തിയില്ലായിരുന്നു. നമ്മളിതൊക്കെ എടുത്ത് വീഡിയോ ഇടണമെന്ന് ആദ്യം മറന്നുപോയായിരുന്നേ. നമ്മളിത് കണ്ട് നല്ല ആസ്വദിച്ച് ഞാനും മോളും ഒക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ആ ചെടിയെല്ലാം വേസ്റ്റ് വെളിയിൽ വരുന്നുണ്ടോ. ഞാനും മോളും ഇതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന അന്നേരം അയ്യോ നമ്മളിതെടുത്ത് ചാനലിട്ടാൽ എന്താ എന്നും പറഞ്ഞ് എടുത്ത് വച്ചിരുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി മറന്നുപോയി. സംഭവം ഇത് ഒരു അരേക്കറിനോളം ഉണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. പല സെക്ഷനായിട്ടാണ് കിടക്കുന്നത്, പല 2-3 പേരുടെ സ്ഥലങ്ങളാണ്. അപ്പം ഇന്ന് ഈ പുറവശത്തെ മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പുറത്തെ സൈഡിലുള്ളത് പിന്നൊരു ദിവസം അവർ കൊയ്ത്തെടുത്തത്, മെഷീൻ കൊയ്ത്തെന്ന് പറയാം നമുക്ക്. അത് വീഴുന്ന കാണാൻ തന്നെ നല്ല ഭംഗി. ഇതിങ്ങനെ അറുത്തറുത്തറുത്ത് കട്ടായി കിടക്കും. എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മമാർ പോയി കഴിഞ്ഞപ്പം പശുവിനെ മേയ്ക്കാനും ആട്ടിനെ മേയ്ക്കാനും ഒക്കെ ആൾക്കാരകത്ത് വന്ന്. അപ്പോൾ അവർക്ക് കഴിക്കാൻ നല്ല എളുപ്പത്തിൽ മുറിച്ചിട്ടേക്കുക പശുവിന്. പക്ഷേ ഈ ഇത് അറുത്ത് മുന്നെയൊക്കെ ആൾക്കാരെ വെച്ച് ഈ ചോളം മാത്രം അറുത്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ചോളത്തിൻ്റെ കറ്റയുണ്ടല്ലേ, അത് കട്ട് ചെയ്ത് നമ്മൾ വൈക്കോല് വിൽക്കുമല്ലോ, അതുപോലെ പശുവിന് കൊടുക്കാനായിട്ട് ഇത് വിൽക്കും. ഇപ്പം കണ്ട ആ ഡ്രമ്മിനകത്ത് സ്റ്റോർ ചെയ്ത എല്ലാ ചോളം ഒരു ട്രക്കർ കൊണ്ടുവന്ന് അതിൻ്റെ അടുത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. ആ ട്രക്കറിനകത്തോട്ട് എല്ലാം കൊട്ടുക. അതിനകത്തോട്ട് എല്ലാം തട്ടിയിട്ട് ഈ ട്രക്കർ കൊണ്ടുപോയി അവർ എവിടെയെന്ന് വെച്ചാൽ എവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. പത്തായത്തിലും അവിടെ ഇവിടെ ഒരു ട്രിപ്പ് കൊണ്ടുപോയി വച്ചിട്ട് അടുത്ത് അറക്കുമ്പോഴത്തേക്ക് ട്രക്കർ വന്ന് തിരിച്ച് വരും. 2-3 ട്രക്കർ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സംഭവം നല്ല. ഈ വെറൈറ്റി കുഞ്ഞൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരു റെഡ് ഹാർട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഷോർട്സൊക്കെ ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ബിസിനസ്സിനെ പറ്റി നല്ല സംസാരിക്കണം. ഓക്കെ, താങ്ക് യു.